ശകലം വരിക്കച്ചക്ക കിട്ടിയായിരുന്നേ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതാണ്. ആ ചക്ക ഞാൻ അരിഞ്ഞ് ഇങ്ങനെ കുരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞ് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ തട്ടയിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ചിലർ വേവിച്ചിട്ട് തന്നെ ഇതിനകത്തേക്ക് ഇടും, ചിലർ, ഞാനങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഈ മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഇതിനകത്തിട്ടിടും. അതിനുള്ള തേങ്ങയാണ്. അത് കഴിഞ്ഞിട്ട് തേങ്ങ, പിന്നെ ഇത് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതാണ്, അതും കുറച്ച് അതിനകത്തിട്ട് കുഴച്ച് ഇനി കുമ്പിളപ്പം ആക്കി കാണിക്കാം. പൊടി നമുക്ക് ഗോതമ്പ് പൊടിയും കൊണ്ടോ അരിപ്പൊടിയും കൊണ്ടോ റവ കൊണ്ടോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ആദ്യം പൊടി എടുത്തുകൊണ്ട് വരാം. ഇച്ചിരി ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ഇടാം. ഇച്ചിരി ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടിയാണേ, രണ്ടും കൂടെ ഒന്നിച്ച് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത്ര ഇടാം. ഞാൻ കുറേശ്ശെ മിക്സിയിലേക്ക് ഇട്ട് അത് അടിച്ചെടുക്കുവാണേ. ചിലർ അടിക്കത്തില്ല കേട്ടോ, എനിക്കിങ്ങനെ കടുകടാ കിടക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിപ്പം മിക്സിയിലൊന്ന് അടിക്കുന്നത്. ഈ പരുവത്തിൽ കിട്ടും. വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ, വെള്ളം ഒഴിക്കാതെയാണ്. ചിലർ ശർക്കര ഇടും കേട്ടോ. ശർക്കര ഇടുന്നവർ ഉപ്പിടണമെന്നില്ല. ഞങ്ങൾ ശർക്കര ഇടുന്നില്ല, അതുകൊണ്ട് ലേശം ഉപ്പിടുകയാണ്. ഇത് കുഴയ്ക്കുവാണേ, വെള്ളമൊന്നും ഒഴിക്കണ്ട, കാരണം ഈ ചക്കയ്ക്കുള്ള പൊടിയേ ഉള്ളൂ. ശർക്കര ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ശർക്കര ഇടാം. ഞങ്ങൾ ശർക്കര ഇടുന്നില്ല, ഷുഗറൊക്കെ ഉള്ളതാണ് പായക്ക്, അതുകൊണ്ട് ഞങ്ങൾ മധുരം ഇടുന്നില്ല. ഉണ്ടോ? ഇതിനകത്ത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ കുഴച്ചെടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കണ്ട, ആ ചക്കയ്ക്ക് ചേരുന്ന പൊടിയേ ഇട്ടിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ പാകം. ഇത് അടുപ്പിൽ വെക്കട്ടെ. നല്ല കഴുകി വെച്ചേക്കുന്നതാണേ. ഇങ്ങനെയും ഉണ്ടാക്കാം, വേറൊരു ഇതും കാണിക്കാം. വേറൊരെണ്ണം കാണിക്കാം. ഇങ്ങനെ ഉണ്ടാക്കാം, ഈർക്കിലില്ലാതെ. ഈർക്കിലില്ലാതെ, ഈർക്കിലി കുത്തിയാൽ അത്രയും കൂടി ഇച്ചിരിയുടെയൊക്കെ കൊള്ളൂന്ന് മാത്രം. ഇതാകുമ്പം ഇങ്ങനെയും ഉണ്ടാക്കാം. ഉണ്ടോ? ഇങ്ങോട്ടൊക്കെ ഉള്ളതാണെങ്കിൽ ഈർക്കിലി കുത്തുവാണെങ്കിൽ നമുക്ക് ഏറെ വെക്കാം. ഉണ്ടാക്കി വേണം. ഞാൻ അവിടെ ഇന്ന് വേകട്ടെ. എന്തോന്നൊന്നും നോക്കാതെ നമുക്ക് കുമ്പിളെ ഈർക്കിലിയെ പിടിച്ചില്ല എങ്കിൽ വെന്തു. ഈർക്കിലിയെ പിടിക്കുന്നില്ല, അപ്പോൾ വെന്തു ഇത്രക്കെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുമ്പിൾ ഉണ്ടാക്കിയത് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടിയാണ്. അത് അടുപ്പിൽ വെച്ചിട്ട് ഒരു 25 മിനിറ്റായി. ഇനി റവ തന്നെ ഇട്ടുണ്ടാക്കുന്നവരും ഉണ്ട്. റവ തന്നെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു 20 മിനിറ്റ് മതി കേട്ടോ.
20-15 മിനിറ്റ് മിച്ചം മതി. റവ പെട്ടെന്ന് വേവും. വറുക്കുന്ന റവയല്ലേ, വറുത്തിടുന്ന റവയല്ലേ. ഇത് നമ്മൾ പഞ്ചസാരയൊന്നും ഇല്ലാതെ ചക്ക കൊണ്ട് മാത്രം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ കളറ്. ചൂടാണേ. ചക്കപ്പഴം മാത്രമേ ഇട്ടിട്ടുള്ളൂ, പഞ്ചസാരയും ശർക്കരയും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അമ്മ തിന്ന് നോക്കിയാൽ നല്ലതാണോ? ഷുഗർകാർക്കും കുഴപ്പമില്ല, അതുകൊണ്ടാ പറഞ്ഞേ. ശർക്കരയും പഞ്ചസാരയും ഒന്നും ഇട്ടിട്ടില്ല, പിന്നെ നല്ലതാ. കൊള്ളാതെ തിന്നുന്നതിന് മുമ്പ് പറഞ്ഞാൽ കൊള്ളാം. ചക്കപ്പഴം മാത്രമല്ലേ, പഞ്ചസാരയും ശർക്കരയും ഒന്നും ഇടാതെ. അതാ ഈ കളറ്. അതാ